ക്രൗഞ്ചൻ എന്ന പേരിൽ ഒരു ഗന്ധർവൻ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഇന്ദ്രന്റെ കൊട്ടാരത്തിൽ വെച്ച് ക്രൗഞ്ചൻ മുനി വാമദേവന്റെ കാലിൽ അബദ്ധത്തിൽ ചവിട്ടുന്നു. രോഷാകുലനായ മുനി ക്രൗഞ്ചനെ ഒരു എലിയാകാൻ ശപിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ക്രൗഞ്ചൻ ഒരു വലിയ പർവ്വതത്തിന്റെ വലിപ്പമുള്ള എലിയായി മാറി. അവിടെ മാകെ കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. ഒരിക്കൽ ഗണപതി ഭഗവാൻ വസിച്ചിരുന്ന മഹർഷി പരാശരന്റെ ആശ്രമത്തിൽ ക്രൗഞ്ചൻ എത്തുകയും അവിടെ ആകെ നശിപ്പിക്കുകയും ചെയ്തു. ഗണേശൻ ക്രൗഞ്ചനെ ഒരു പാഠം പഠിപ്പിക്കുന്നതിനായി തന്റെ പാശം അഴിച്ചുവിടുന്നു. അത് എലിയെ ചുറ്റിപ്പിടിച്ച് ഗണപതിയുടെ കാൽക്കൽ കൊണ്ടുവരുന്നു. അപ്പോൾ ഗണേശൻ പറയുന്നു, ക്രൗഞ്ച, നീ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നീ കഠിനമായ ശിക്ഷ അർഹിക്കുന്നു. എന്നാൽ ക്രൗഞ്ചൻ ക്ഷമ ചോദിക്കുകയും ഗണപതി അവനോട് ക്ഷമിക്കുകയും ക്രൗഞ്ചനെ വാഹനമായി ഉപയോഗിക്കും എന്ന് പറയുന്നു. എന്നാൽ ഗണേശന്റെ ഭാരം ക്രൗഞ്ചന് താങ്ങാനാവുന്നില്ല. ഗണേശന്റെ ഭാരം കുറയ്ക്കാനായി ക്രൗഞ്ചൻ ഗണേശനോട് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ ഗണേശൻ ഭാരം കുറച്ചുകൊണ്ട് എലിയെ തന്റെ വാഹനമായി ഉപയോഗിക്കുന്നു.